ഇലക്ഷന് തൊട്ടു മുൻപാണ് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണകൂടം ഇഡിയെ ദുരുപയോഗം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത്. എന്നാൽ അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനായി നിർബന്ധിച്ച് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു. എന്നാൽ അന്ന് അമിത്ഷായും മോദിയും പറഞ്ഞിരുന്നത് തൽക്കാലം ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ, ഇലക്ഷൻ കഴിയുമ്പോൾ കേജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുന്നു. അരവിന്ദ് കേജ്രിവാളിന് വീണ്ടും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇന്നലെ വരെ ഇഡി പറഞ്ഞിരുന്നത് അരവിന്ദ് കേജ്രിവാൾ ബാർകോഴ കേസിൽ 100 കോടി കോഴ ആവശ്യപ്പെട്ടതായി അവർക്ക് വ്യക്തമായ തെളിവുണ്ടെന്നായിരുന്നു. അദ്ദേഹം വീണ്ടും ജയിലിൽ പോയിട്ട് കൃത്യം 3 ആഴ്ച തികഞ്ഞതേയുള്ളൂ. ഇന്നിതാ ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹം നാളെ വീണ്ടും ജയിൽ മോചിതനാകും. എന്തേ അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടെങ്കിൽ കോടതി വീണ്ടും ജാമ്യം അനുവദിച്ചത് മോദിയുടെ ഇഡി. ആ തെളിവ് നിങ്ങൾ കോടതിയിൽ ഹാജരാക്കാത്തത് എന്തുകൊണ്ടാണ്? തെളിവുണ്ടെങ്കിൽ ഹാജരാക്കിയാൽ കോടതി ജാമ്യം അനുവദിക്കില്ലല്ലോ. ഈ കേസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇതിന്റെ വാദം നടക്കുന്ന കോടതി തന്നെ ജാമ്യം അനുവദിച്ചു എന്നുള്ളത്. സഞ്ജയ് സിംഗിന്റെ ഒക്കെ ജാമ്യകാര്യത്തിൽ വാദം കേൾക്കുന്ന കോടതി ജാമ്യം അനുവദിക്കാതെ അവസാനം സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജാമ്യത്തിന്. എന്നാൽ ഇവിടെ ട്രയൽ കോർട്ട് തന്നെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇടക്കാല ജാമ്യമല്ല, മറിച്ച് സാധാരണ ജാമ്യമാണ്. അതായത് ഇനി മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ മതിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിച്ച് തെളിയിക്കുന്നതുവരെ അദ്ദേഹം ജാമ്യത്തിലാണ് എന്നർത്ഥം. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ 3 വരെ നീട്ടിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന്റെ പിറ്റേ ദിവസം ജാമ്യം അനുവദിച്ചു എന്നത് ഈ കേസിൽ ഒരു കഴമ്പും ഇല്ല എന്നുള്ളതിന്റെ ഉദാഹരണമല്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ജയിലിൽ അടച്ചത് എന്നർത്ഥം, അല്ലാതെ തെളിവുകളൊന്നും ഉണ്ടായിട്ടല്ല. യഥാർത്ഥ ഏകാധിപത്യ ഭരണത്തിന്റെ ഉദാഹരണം. ഇതിനെക്കുറിച്ച് AAP പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സത്യത്തെ താൽക്കാലികമായി അടിച്ചമർത്താൻ സാധിച്ചേക്കാം, പക്ഷെ സത്യത്തെ തോൽപ്പിക്കാനാവില്ല. BJPയുടെ EDയുടെ എല്ലാ എതിർപ്പുകളെയും തള്ളിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. രാജ്യസഭാ MP കപിൽ സിബൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് വളരെ നാളുകൾക്ക് മുമ്പേ നടക്കേണ്ടതായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനി അദ്ദേഹത്തെ ജയിലിൽ ഇടേണ്ട ആവശ്യമില്ലെന്നാണ് EDയുടെ നിലപാട് എന്ന്. മോദിയുടെ ഏകാധിപത്യത്തിന്റെ മുഖത്തേറ്റ കടുത്ത അടിയാണിതെന്ന് പറയേണ്ടതില്ലല്ലോ. ഒരു തെളിവുമില്ലാതെ രാഷ്ട്രീയ പകപോക്കലിനായി എത്ര ആളുകളെയാണ് മോദി ഭരണകൂടം ജയിലിൽ അടച്ചത്. വന്ധ്യവയോധികനായ ഫാദർ സ്റ്റാൻസ്വാമിയെ നക്സൽ എന്ന് മുദ്രകുത്തി ജയിലിൽ അടച്ച് കൊന്നുകളഞ്ഞു. ഗുജറാത്ത് കലാപ കേസിൽ മോദിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച സഞ്ജീവ് ഭട്ട് IPSനെ 6 വർഷത്തിലധികമായി ജയിലിൽ അടച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹം മോദിയുടെ ഏകാധിപത്യത്തിന്റെ മുൻപിൽ തെല്ലും മുട്ടുമടക്കിയിട്ടില്ല. സിദ്ദിഖ് കാപ്പൻ അദ്ദേഹത്തെ 2.5 വർഷമാണ് ജയിലിലടച്ചത്. അവസാനം സുപ്രീം കോടതി നേരിട്ടിടപെട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയായിരുന്നു. AAPയുടെ തന്നെ മനീഷ് സിസോദിയ ഇതേ കേസിൽ 2 വർഷത്തിലധികമായി ജയിലിലാണ്, ഒരു കുറ്റപത്രം പോലും ഇതുവരെ സമർപ്പിക്കാതെ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഏതാണ്ട് 6 മാസത്തിലധികമായി ജയിലിൽ അടച്ചിരിക്കുകയാണ്. അങ്ങനെ എത്രയെത്ര പേർ. പക്ഷേ ഇനി കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. മോദിയുടെ നായിഡു നിതീഷ് ഡിപെൻഡന്റ് അലയൻസ് എന്ന NDയുടെ ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാവും ഇത്. തീർച്ചയാണ്, ജനങ്ങൾ അത് തെളിയിച്ചു കൊടുത്തിരിക്കുന്നു.